മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. 048428300510. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഈ നമ്പറിൽ 6235968937. നമ്മൾ പതിവ് സെഗ്മെന്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് ആദ്യം ഒന്ന് കടക്കുകയാണ്. എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് വീണ്ടും സംഘർഷമെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ഒരു വിഭാഗം വിശ്വാസികൾ ഇളക്കി മാറ്റി. അറസ്റ്റ് വരിക്കാനായി 46 വൈദികർ ബിഷപ്പ് ഹൗസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന വിവരം കൂടി വരുന്നുണ്ട്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ അവിടെ ചില ഇളക്കി പ്രതിഷ്ഠകൾ എന്ന് വെച്ചാൽ ചുമതലകൾ മാറുകയും പുതിയ ആളുകൾക്ക് ചുമതല നൽകുകയും ഒക്കെ ചെയ്തല്ലോ സഭാ നേതൃത്വം. അതിനുശേഷവും പ്രതിഷേധം തുടരുകയാണോ സഭാ ആസ്ഥാനത്ത്? ശ്യാം. വിജയകുമാർ, നേരത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും പ്രതിഷേധിച്ചിരുന്ന വൈദികരുടെയും ആവശ്യപ്രകാരം അവരുടെ ചുമതലകൾ ഉൾപ്പെടെ മാറ്റം വരികയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നേരത്തെ ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രതിഷേധിച്ച് 21 വൈദികരെയും അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വൈദികരും അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് 35 പേരുമാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് അവരെ തടഞ്ഞിരുന്നു, പക്ഷെ അവരവിടെ എത്തിയിട്ടുണ്ട്. ആ വൈദികർ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് നിലപാട്. ആ വൈദികരാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇപ്പോൾ ആ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിർത്തിച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അവരെ വനിതാ പോലീസിനെ കൊണ്ട് തടയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസ്, സ്ട്രൈക്കിംഗ് ഫോഴ്സ് അടക്കം കൂടുതൽ പോലീസ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈദികരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കണം, പോലീസ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് പോലീസിന്റെയും നിലപാട്. ഏതായാലും നിലവിൽ പോലീസും വൈദികരുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ വിശ്വാസികളും പ്രതിഷേധം നടത്തിയിരുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് വിശ്വാസികൾ പിരിഞ്ഞു പോകാതെ ഇവിടെ കൂടിയിരുന്നത്. വൈദികർ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ അനുഗമിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പോകും. നാളെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം 3 മണിക്ക് സംഘടിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയ വൈദികർ ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് ചുറ്റും പോലീസ് വലയം തീർത്തിട്ടുണ്ട്. ഏതായാലും അറസ്റ്റ് ചെയ്യാതെ പിന്മാറില്ല എന്നുള്ളതാണ് വൈദികരുടെയും വിശ്വാസികളുടെ നിലപാട്. സ്ത്രീകളടക്കമുള്ള വിശ്വാസികൾ ഈ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ വൈദികർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ വലിയ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഉൾപ്പെടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ ഉൾപ്പെടെ പള്ളിയുടെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടായാൽ അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട്. പലതവണ പോലീസിന് നേരെ ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധമുണ്ടായി. അപ്പോഴെല്ലാം പോലീസ് വളരെ വലിയ സംയമനം പാലിച്ചു. നിലവിലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് തടയുകയാണ് പോലീസ് ചെയ്യുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെയുണ്ട്. വൈദികർ ഉൾപ്പെടെ അറസ്റ്റ് വരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ എത്തിയ വൈദികരും ഇവിടെയുണ്ട്. ഏതായാലും അവരുമായി ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തീരുമാനമാകുന്നവർ ഇവിടെ തുടരാൻ വൈദികരുടെയും വിശ്വാസികളുടെയും ഉൾപ്പെടെ തീരുമാനം. ഇതിൽ ശ്യാമ, പോലീസിന്റെ നിലപാട് എന്താണ്? ഇപ്പോൾ ഈ അറസ്റ്റ് വരിക്കാൻ എത്തിയവരാണ്, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ അതിൽ അവർ ഈ വൈദികർ പിന്മാറുന്നുമില്ല, വിശ്വാസികൾ അവിടേക്ക് എത്തുന്നു. അപ്പോൾ ഇതിലൊരു ഒരു പരിഹാരം എങ്ങനെയായിരിക്കും? പോലീസാണല്ലോ അതിൽ ഇനി ഇപ്പോഴൊരു തീരുമാനമെടുക്കേണ്ടത്. പന്ത് പോലീസിന്റെ കോർട്ടിലാണല്ലോ ഇപ്പോൾ. സ്വാഭാവികമായും പോലീസ് തന്നെയാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ പോലീസ് പറഞ്ഞു എന്നാണ് വിശ്വാസികൾ പറഞ്ഞിരുന്നത്. അവരെ വൈദികരെ അറസ്റ്റ് ചെയ്യും, പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വൈദികരെ അറസ്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് 21 വൈദികർ, ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ 21 വൈദികരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 35 വൈദികരും അറസ്റ്റ് വരിക്കുന്നതിന് വേണ്ടി ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. അവരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പള്ളിക്ക് ബിഷപ്പ് ഹൗസിന് പുറത്ത് വെച്ച് തടയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ ഈ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. അവരെ അറസ്റ്റ് വരിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിൽ വെച്ച നിലപാട്. പക്ഷേ അത് പോലീസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വൈദികരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സംഘർഷത്തിൽ 2 വൈദികരുടെ കൈകൾക്ക് പരിക്ക് സംഭവിക്കുകയും ഒരാളുടെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇടുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. അവരുൾപ്പെടെ ഇവിടെയുണ്ട്. ഏതായാലും വൈദികർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ തുടരുകയാണ്. ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഏതായാലും അറസ്റ്റ് വരിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് വൈദികർ ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച തുടരുകയാണ്.
യെസ്, അവിടെ ചർച്ച നടക്കുകയാണ്. 46 വൈദികരാണ്, അവരെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് വരിക്കാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത്. ബിഷപ്പ് ഹൗസിൽ അവർ എത്തിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അത് പാലിക്കണമെന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. ചെയ്തത് ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് എന്തോ ദുരൂഹതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളുടെ ഒരു വൈദികൻ ഫാദർ ജെയിംസ് അമ്പലത്തിങ്കൽ എന്ന അച്ഛൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയുണ്ടായി. ഞാനിവിടെ വന്നപ്പോൾ ഈ ACP ജയകുമാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളാണോ അത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ തല കുലിക്കുക അതെ എന്നുള്ള ഇല്ല. പ്രതിസന്ധി വരുമെന്ന് കണ്ടപ്പോൾ അത് കൈമാറി. അല്ലെങ്കിൽ താങ്കളുടെ നിർദ്ദേശപ്രകാരമാണ് താങ്കൾ എന്തിനാണ് സംബന്ധിച്ചത്? താങ്കൾ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏതാനും മാസങ്ങൾ കൂടി ഇനി റിട്ടയർമെന്റിന് ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിന്റെ പിറകിലെ രഹസ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് പ്രപ്പോസലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പോലീസ് അറസ്റ്റിന് ഏതായാലും തൽക്കാലം തയ്യാറല്ല. പോലീസും വൈദികരുമായി സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കും എന്ന് കരുതാം. അത്തരമൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അത് ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതി ഞെട്ടലോടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേരളം കേട്ടത്. കേസിൽ ഇതുവരെ 14 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒരു കായിക താരം കൂടിയായ പെൺകുട്ടിയുടെ സാമൂഹിക സാഹചര്യമൊക്കെയാണ് പ്രതികളിൽ പലരും ചൂഷണം ചെയ്തത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രാഥമികമായി മനസ്സിലാക്കിയത്. ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രതികൾ നാളെയോടെ പിടിയിലാകുമെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. 60-ലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. CWCക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട SP-ക്ക് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. 2 വർഷമായുള്ള പീഡന വിവരമാണ് CWC വഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നടത്തിയ ഗൃഹസന്ദർശനത്തിനിടെയാണ് പെൺകുട്ടി ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ കുടുംബശ്രീയുടെ സ്നേഹിത പദ്ധതിയിലെ അംഗങ്ങൾ നേരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചു. പിന്നീട് ലോകമറിഞ്ഞത് ഞെട്ടിക്കുന്ന പീഡന കഥ. കുട്ടിക്ക് പേരുകളെ പറ്റി കുറേ ധാരണയുണ്ട്, പക്ഷെ അവരുടെ അഡ്രസ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ബോട്ട്സ് കിട്ടാവുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നിർഭയ ഹോമിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് കുട്ടിയോട് 3-4 ദിവസം എടുത്ത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലൂടെയാണ് ഈ മുഴുവൻ പേരുടെയും പേര് വിവരങ്ങൾ വരുന്നത്. 62ഓളം പേരുടെ പേര് വന്നു. അവർ ഓരോരുത്തരെയും എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള നിലയ്ക്കുള്ള അബ്യൂസിൻ്റെ ദുരുപയോഗത്തിൻ്റെ വസ്തുത പുറത്തു വരുന്നത്. 3 വർഷം കൊണ്ട് 64 പേർ ചേർന്ന് പല ഘട്ടങ്ങളിലായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. കായിക താരമായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും ഉണ്ടെന്നാണ് കണ്ടെത്തൽ. സ്ഥിരം മദ്യപാനിയായ അച്ഛൻ്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ഈ ഫോൺ തന്നെയാണ് കേസിലെ നിർണായക തെളിവായത്. മൊബൈൽ ഫോണിലുണ്ടായിരുന്ന 40-ലേറെ നമ്പറുകൾ പെൺകുട്ടി തന്നെയാണ് തിരിച്ചറിഞ്ഞത്. അച്ഛൻ്റെ ഫോണിലേക്കുണ്ടായ മറ്റു ചില ഇടപെടലുകളാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ആ ഫോൺ ഉപയോഗിച്ചാണ് മറ്റേ ദുരുപയോഗം ചെയ്ത അല്ലെ ആരോപണ വിധേയരായവർ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ആ ഫോണിൽ കുട്ടി കണ്ടെത്തി കൊടുത്തതാണ് ഏതാണ്ട് 40ഓളം പേരുടെ ഫോൺ നമ്പറുകൾ. സ്കൂൾ ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പരിശീലന പരിപാടിയും മറ്റുമൊക്കെ ആയിട്ട് പോയ ക്യാമ്പുകളിൽ ഒക്കെ ആയിട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിലെ ചുട്ടിപ്പാറ മല തുടങ്ങി പലയിടങ്ങളിലും പീഡനം നടന്നു. വാഹനങ്ങളിൽ വെച്ചും പീഡനം നടന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്.
പെൺകുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് പലരും സമീപിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. വഴങ്ങാതിരുന്നപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് പതിയെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കായിക താരമായ പെൺകുട്ടി നിരവധി മീറ്റുകളിൽ പങ്കെടുക്കാൻ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പീഡനം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പീഡനം നടത്തിയതിൽ കായികാധ്യാപകരും ഉൾപ്പെടുമെന്നും പറയുന്നു, ഒപ്പം പരിശീലനം നടത്തിയവരും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ ദൗത്യമാണ് അവരുടെ മുൻപിലുള്ളത്. പെൺകുട്ടിയുടെ മൊഴി വീണ്ടും എടുക്കുകയാണ്. അതൊരു സൈക്കോളജിസ്റ്റ് ഉപയോഗിച്ചാണ് ആ മൊഴിയെടുക്കൽ പൂർത്തിയാക്കുന്നത്. എന്തായാലും ദക്ഷിണ മേഖല DIG അടക്കമുള്ള ആളുകൾ ഈ കേസന്വേഷണം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണമായി പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഇത്തരമൊരു കേസ് അപൂർവങ്ങൾ ആയതിനാൽ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇത്തരം കേസുകളിലെ പ്രതികൾ ഒരിക്കലും രക്ഷപ്പെട്ടുകൂടാ, അവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പൊതുജനം അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. എന്താണ് ജനങ്ങൾക്ക് ഈ നാടിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇതിലേക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ക്രൂരമായ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ആൾക്കാർക്ക് കടുത്ത ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. കാര്യം ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ കടുത്ത ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ അത് ആവർത്തിക്കത്തില്ല. ഇതിപ്പോൾ കുറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ നടപടികൾ കറക്റ്റായിട്ട് കുറച്ചുകൂടെ കാഠിന്യമാവണം, ജനങ്ങൾക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ടാവണം. ഞരമ്പി രോഗങ്ങളായ ഇങ്ങനത്തെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വേണ്ടപ്പെട്ട ശിക്ഷകൾ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. നടന്നത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഇനിമേൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല, 100% ആവർത്തിക്കാനും പാടില്ല. അതിന് ഭരണകർത്താക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും നല്ലൊരു അവയർനെസ് ഉണ്ടാകണം. കേരളത്തിനകത്ത് ഇതല്ല, ഇതിന്നും വലിയ സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ സമൂഹം വളരെ ജാഗ്രതയായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സംഭവിക്കരുത്. ഒരു അമ്മപെങ്ങന്മാരെ അഭിമാനിക്കണതോ അല്ലെങ്കിൽ ദ്രോഹിക്കണതോ ആ വഴിയെ ഒന്നും സംഭവിക്കരുത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് വളരെ ക്രൂരമായ ഒന്നാണ്. മനസാക്ഷിരഹിതമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്തവരെ നമ്മുടെ നീതിപീഠം തക്കതായ ശിക്ഷ നൽകണമെന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സീന മുഹമ്മദ് പറയുകയാണ്, ശിക്ഷയുടെ രീതി മാറ്റാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ അതിന് കുറവുണ്ടാകില്ല എന്നാണ് സീന മുഹമ്മദ് പറയുന്നത്. അതുപോലെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ എന്നാണ് ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നത്. അങ്ങനെയാണോ എന്ന് തിരികെ ചോദിക്കേണ്ടി വരികയാണ്. അത്തരം ചില സംഭവങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേതുപോലെ ജാമ്യം പോലും ഇല്ലാതെ അകത്തിടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കുറ്റം ചെയ്താൽ രാഷ്ട്രീയക്കാർ അവർക്ക് ശിക്ഷയൊന്നുമില്ല, അവർ രക്ഷപ്പെട്ടു പോകുന്നു, അത്തരം പല പരാമർശങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുകൾ വരും, കുറ്റം ചെയ്തവരെ പാർട്ടികൾ സംരക്ഷിക്കുമെന്ന് ഷിബു തോമസ് പറയുന്നു. അങ്ങനെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വലിയ ചർച്ചയും നടക്കുന്നുണ്ട്. നടക്കട്ടെ. എന്തായാലും മുഴുവൻ പ്രതികളെയും പിടികൂടണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, നിയമത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. അതിന് പോലീസിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും. ജനാധിപത്യ വാർത്താ മണിക്കൂർ തുടരുകയാണ്. നേരത്തെ നമ്മൾ നൽകിയ റിപ്പോർട്ട് പത്തനംതിട്ട സംഭവത്തിന്റെ ചുവട് പിടിച്ച് ഇതിൽ ശിക്ഷ കൂട്ടുക എന്നതാണ് ഇതിലെ പോംവഴി എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഈ നിർഭയ സംഭവത്തിന് ശേഷം, ആ കേസിന് ശേഷം ഇക്കാര്യത്തിൽ സമഗ്രമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പാർലമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ. അതിൽ നിയമ ഭേദഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒക്കെ. തന്നെയുമല്ല, BNS ഇപ്പോൾ ഭാരതീയ നിയമ സംഹിത വന്ന ശേഷവും അതിലും കടുത്ത ശിക്ഷയും വകുപ്പുകളും ഒക്കെ ഉണ്ട്. അതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ പ്രശ്നം, മറ്റു പലതുമായിരിക്കാം. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ ചർച്ചകൾ പോകേണ്ടതുണ്ട്. എന്താണ് സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നതിൽ നിയമം അല്ലെങ്കിൽ ശിക്ഷ ഇത് മാത്രമാണോ പ്രശ്നം, അത് മാത്രമാണോ പോംവഴി എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഈ ചർച്ചകൾ കാണുമ്പോൾ. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഇത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അവിടെ നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമി മരിച്ചത് വ്യാഴാഴ്ച രാവിലെയാണ്. പക്ഷേ മരണവിവരം ബന്ധുക്കളോ അയൽവാസികളോ അറിഞ്ഞിരുന്നില്ല. ആരും അറിയാതെ ഗോപൻ സ്വാമിയുടെ മക്കൾ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
അച്ഛൻ സമാധിയായതാണ് എന്നും അത് പരസ്യമാക്കാൻ പാടില്ല എന്നുമാണ് കുടുംബം 24-നോട് പ്രതികരിച്ചത്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നെയ്യാറ്റിൻകര പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണമോ എന്നതൊക്കെ ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഒരു മനുഷ്യൻ സമാധിയായെന്ന് സ്വയം പറയുകയും മക്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തെ സമാധിയിരുത്തുകയും ചെയ്യുന്നു, അതും ഒരാൾ പോലും അറിയാതെ. ഇതാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ഏറ്റിയത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഗോപൻ സ്വാമി മരിച്ചത്. മരണവിവരം ബന്ധുക്കളെയോ ജനപ്രതിനിധികളെയോ നാട്ടുകാരെയോ അറിയിച്ചില്ല. ഗോപൻ സ്വാമിയുടെ 2 മക്കൾ ചേർന്ന പ്രത്യേക മണ്ഡപം കെട്ടി മൃതദേഹം പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടുകയായിരുന്നു. ഗോപൻ സ്വാമി സമാധിയായെന്ന് പിന്നീട് പോസ്റ്റർ പതിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൂജ ഉള്ളതിനാലാണ് സമാധിയായ വിവരം ആരെയും അറിയിക്കാതിരുന്നതെന്ന് കുടുംബം വാദിക്കുന്നു. അച്ഛന് ഭയങ്കര ധ്യാനമാണ്, അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10 ആകുമ്പോൾ ചെന്നിരുന്ന മക്കളെ ഞാൻ സമാധിയാവുകയാണ്, എൻ്റെ ചടങ്ങുകൾ ഇന്ന രീതിയിൽ ചെയ്യണം. നമ്മളിപ്പോൾ ഒരാളെ മരിച്ചു പോയിട്ട് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് വേണമെങ്കിലും കാണാം, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധിയായ സ്ഥലം അപ്പം ജീവൽ സമാധിയാണ്. അപ്പോൾ ജീവൽ സമാധി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൽ സമാധിയാണ്. അപ്പം ഒരിക്കലും ഇതാരും, അതായത് ഈ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ, അതുകൊണ്ട് ആരും കാണല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ഇന്ന ചടങ്ങുകൾ നിങ്ങൾ ചെയ്യണം. മരണവിവരം പുറത്തറിയിക്കാതെ ഒരു ദിവസം മറച്ചുവെച്ചതാണ് നാട്ടുകാർക്കിടയിൽ ദുരൂഹതയുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അയാളുടെ കൂടെ നടന്നു വന്ന് ഗുളിയൊക്കെ കഴിച്ചിട്ട് നടന്നു വന്ന് കോവിലിൽ കയറി തൊഴുതിട്ട് അവർ നേരത്തെ തീർത്ത് വെച്ചിരുന്ന ആ മണ്ഡപത്തിൽ കയറി ഇരുന്നതിന് ശേഷം ആത്മാവ് ഇങ്ങനെ പോകുന്നത് അയാൾ കണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ആത്മാവ് പോകുന്നത് കാണുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി തുടർ നടപടി. ആവശ്യമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ വിശദീകരണം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. മരണത്തിൽ തുടർ നടപടി ഇനി കളക്ടറുടെ തീരുമാനത്തിന് പിന്നാലെയാകും. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം MG പ്രതീഷ്, 24. അവിടെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് നാട്ടുകാരാണ്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ വിശദീകരണം അപ്പാടെ പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ കളക്ടർ ഉചിതമായ തീരുമാനമെടുക്കും. നാട്ടുകാരുടെ പരാതിയിൽ ആവശ്യമെങ്കിൽ അന്വേഷണം, വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതടക്കമുള്ള തുടർ നിയമ നടപടിയിലേക്കായിരിക്കും പോവുക. അതിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായതോടെ നടിയെ അധിക്ഷേപിച്ചും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും രാഹുൽ ഈശ്വർ രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹണി റോസ്. തൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നുകയറിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. വിമർശനത്തിന് ഹണി റോസ് അതീതയല്ല എന്നും താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ആ റിപ്പോർട്ടിലേക്ക്. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിലേക്ക് കൂടി നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതി നീളുകയാണ്. രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിലും സമൂഹത്തിലും തനിക്കെതിരെ അധിക്ഷേപ വർഷങ്ങൾക്ക് കാരണമായെന്നാണ് നടിയുടെ പരാതി. ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തത്. ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും ഹണി റോസിനെ വിമർശിച്ചും രംഗത്ത് വരികയുണ്ടായി. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായത്തോട് യോജിച്ചും വിയോജിച്ചും സൈബർ ഇടങ്ങളിൽ ചർച്ചകളുണ്ടായി. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തനിക്കെതിരെ നടന്നത് ലൈംഗിക അധിക്ഷേപമായിരുന്നെന്നും സൈബർ ഇടങ്ങളിൽ അത് ആവർത്തിച്ചെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായ ഹണി റോസിന്റെ പരാതി. തനിക്കെതിരെയുള്ള ഭീഷണികൾക്കും സൈബർ ബുള്ളിയിങ്ങിനും കാരണക്കാരൻ
രാഹുൽ ഈശ്വറാണ് എന്ന് ഹണി റോസ് പറയുന്നു. ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റുമുള്ള ഹണിയുടെ വസ്ത്രധാരണത്തെ രാഹുൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ ഹണി റോസ് നിശിതമായി വിമർശിച്ചു. പിന്നാലെയാണ് പരാതി. താനൊരു വക്കീലാണെന്നും തനിക്കെതിരെ കേസ് വന്നാൽ സ്വയം വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ഹണി റോസിന്റെ മൊഴി പോലീസ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തി. ബോബി ചെമ്മണ്ണൂർ തന്നെ പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് നടപടി. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പോലീസിന്റെ നടപടി അതീവ വേഗത്തിലുള്ളതായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളും അധിക്ഷേപ ശരങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ട മികച്ച നടപടി. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ പരാതികളിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിലൊക്കെ എന്താണ് പൊതുജനത്തിന്, നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതൊരിക്കലും ശരിയല്ല. ഒരാൾ എന്തിടണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി അല്ലേ, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പം ഒരാൾ എന്തിടണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു സ്ത്രീൻ്റെ എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടായ എന്ത് ഡ്രസ്സാണോ അത് ധരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് ഒരിക്കലും ഒരു സ്ത്രീനെ വിലയിരുത്തരുത്. നേരത്തെ നമ്മൾ നൽകിയ റിപ്പോർട്ട് അതിൽ പറയുന്നു, നമ്മൾ എന്താണ് കേരളത്തിൽ അന്ധവിശ്വാസം കൂടി വരികയാണ് എന്ന് പറയുന്നു. ഇക്കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കും? ഈ കുടുംബം നൽകുന്ന മറുപടിയൊക്കെ ആര് വിശ്വസിക്കും? പോലീസ് അത് മുഖവിലക്കെടുത്ത് നടപടി നിർത്തിവെക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പോലീസ് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് കളക്ടർക്ക് അത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് മൃതദേഹം സംസ്കരിച്ച സാഹചര്യത്തിൽ അത് തുടർ നടപടി വേണമെങ്കിൽ അതിന് കോടതിയുടെയൊക്കെ അനുമതി വേണം, കളക്ടറുടെയൊക്കെ അനുമതി വേണം. അതിനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പോലീസിന്റെ തീരുമാനം ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് ആ കുടുംബത്തിന്റെ വിശദീകരണം മുഖവിലക്കെടുത്തത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന നിലയിലല്ല നമ്മൾ ആ റിപ്പോർട്ട് നൽകിയത്. അതിൽ കുടുംബത്തിന്റെ വിശദീകരണം കേട്ടു, കളക്ടർക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതി കൂടി കണക്കിലെടുത്ത് മാത്രമേ അതിൽ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരുമാനം ഉടൻ അതിൻ്റെ തുടർ തീരുമാനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. കടുവയെ പിടികൂടാൻ വനംവകുപ്പ് സജ്ജമാണ്. മയക്കുവെടി വെക്കാനാണ് നീക്കം. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിലെ വന്യമൃഗ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വനംവകുപ്പ് ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് വയനാട്ടിൽ. അമരക്കുനിയെ അലോസരപ്പെടുത്തുകയാണ് കടുവാ സാന്നിധ്യം. ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ഇവിടെ കൊന്നിട്ടത്. കർണാടക വനമേഖലയിൽ നിന്ന് ഇറങ്ങിയ കടുവ എന്ന വനം വകുപ്പിന് സംശയം. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവ. ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയ്ക്കുണ്ട് എന്നതും വനം വകുപ്പിനെ ബോധ്യപ്പെട്ടു. ആടിനെ കൊന്നിട്ട 2 ഇടങ്ങളിലും കൂടുകൾ വെച്ചുവെങ്കിലും കടുവയെ പിടികൂടാനായില്ല. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ജനകീയ പ്രതിഷേധമുണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്ന് വനം വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നേരിട്ടെത്തി. ഉത്തരമേഖലാ CCF, KS ദീപ, ജില്ലയിലെ DFOമാർ, വൈൽഡ് ലൈഫ് വാർഡൻ, റേഞ്ച് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൂട്ടിൽ വീഴാത്ത സാഹചര്യത്തിൽ കടുവയെ മയക്കുവെടി വെക്കാനാണ് ശ്രമം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ജീവികളെ, വന്യജീവികളെ തീർച്ചയായിട്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വിടണം എന്നുള്ളതാണ് ഒരു കോമൺ സെൻസ് ആണ്. നമ്മളെല്ലാവരും അത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജനങ്ങളുടെ സഹകരണവും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലാതെ പിടിച്ചു മാറ്റി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെഞ്ചിടിപ്പോടു കൂടിയാണ് അമരക്കുനിക്കാർ കഴിയുന്നത്. തോട്ടങ്ങളും വനവും എല്ലാമുള്ള മേഖലയാണിത്. അതിരൂക്ഷമായിട്ടുള്ള ഭീഷണി ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ടുണ്ട്. അപ്പോൾ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതല്ലാതെ ഈ കൂട് കൊണ്ടുവച്ചത് കൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും ഞങ്ങൾ കരുതുന്നേയില്ല. എല്ലാവരും വളരെ പേടിയിലാണ്, ഭീതിയിലാണ്. 2-3 ദിവസമായി ഇതുവരെ കിട്ടിയിട്ടില്ല. പേടിയുണ്ട് നന്നായിട്ട്. പുറത്തൊക്കെ ഇറങ്ങാൻ നല്ല പേടി, കുട്ടികളെയൊക്കെ പുറത്തിറക്കാൻ നല്ല പേടിയാണ്. കൽപ്പറ്റ പെരുന്തട്ടയിലും കടുവ പേടിയുണ്ട്. ഇവിടെയും കൂട് വച്ചിട്ടുണ്ട്. പക്ഷേ കടുവ കൂട്ടിൽ കയറുന്നില്ല. കാട് വെട്ടിത്തെളിക്കാൻ ഉൾപ്പെടെ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ പലവിധമാർന്ന പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ ജനങ്ങളെ കണക്കിലെടുത്താകും വനം വകുപ്പിന്റെ നടപടികളെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വ്യക്തമാക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
അവിടുത്തെ ജനങ്ങളുടെ, അമരക്കുനിയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വീട്ടമ്മ പറഞ്ഞതുപോലെ കുട്ടികളെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ ഭയമാണ്, യാത്ര പോകാൻ പേടിയാണ്. അപ്പോൾ അത്തരം നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നതേയില്ല. നോക്കാം കൂടുതൽ പ്രതികരണങ്ങൾ. മനുഷ്യജീവന് പുല്ല് വില, മൃഗങ്ങളുടെ ജീവന് ഒടുക്കത്തെ വിലയാണ്. കാരണം നമ്മളെ പോലെയുള്ള ഇവിടെ ഈ കഷ്ടപ്പെട്ട് ഇതേപോലെ ഇപ്പോൾ കടുവകൾ വരാൻ ഒരറ്റയായി മയക്കുവെടി വെക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവർക്ക് വെക്കായിരുന്നു. അപ്പം മേളിൽ നിന്നുള്ള ഓർഡർ വരണം, അത് വരണം, ഇത് വരണം. അതായത് മനുഷ്യൻ്റെ ഒരു ജീവൻ പോയാൽ ഒന്നുമില്ലാത്ത രീതിയാണ് ഇവരുടെ നേരെ. വളരെ വളരെ ഭീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ. നമ്മുടെ കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾ ഇന്ന് ശനി ഞായറായിട്ട് വീടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കടുവ ഇറങ്ങി ആകെ എവിടെയെല്ലാം കടുവ വന്നിട്ടുള്ളത്, എവിടെയൊക്കെയാണ് കടുവ ഉള്ളത് എന്നൊന്നും ഒരു രൂപവുമില്ല. ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇപ്പോൾ ആടിനെ പിടിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ പോലും ഇല്ല കൊണ്ടിട്ട് തിന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ. ഇതിപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള ഇവിടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരാണ് കൂടുതലുള്ളത്. ആടിനെ അതുപോലെ തന്നെ പശുക്കളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതാ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഒരു രാജീവ് അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ ഒരു പെൺകുട്ടി 64 പേർ പീഡിപ്പിച്ചു, വാർത്തയുമില്ല ചർച്ചയുമില്ല എന്ന്. ഒരുപക്ഷെ രാജീവ് നമ്മളുടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ തുടക്കം കണ്ടു കാണില്ല. വളരെ വിശദമായി തന്നെ നമ്മൾ അതിൻ്റെ സാഹചര്യം പറഞ്ഞു. അതിന്മേൽ വലിയ ചർച്ച കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ രാജീവ് അത് കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിൽ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്നത് നമ്മൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത് ആ കമൻറ്റ് ബോക്സ് പരിശോധിച്ചാൽ രാജീവിനും അറിയാം നമ്മൾ നൽകിയ റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയുടെ വിവരങ്ങൾ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ബൈപ്പാസിനെയും മിനി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന മാങ്കാവ് ശ്മശാനം മേത്തോട്ടുതാഴം റോഡിന്റെ സ്ഥലമേറ്റെടുപ്പ് അനന്തമായി നീളുകയാണ്. ബൈപ്പാസ് വരുമെന്ന കാരണത്താൽ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ റോഡ് വികസനമില്ലാതെ തുടരുകയാണ്. വിഷയത്തിൽ പ്രതിഷേധിച്ച് കൊമ്മേരി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയാണ് സമരം നടത്തിയത്. കോഴിക്കോട് ബൈപ്പാസിനെയും മിനി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് മാങ്കാവ് ശ്മശാനം മേത്തോട്ടുതാഴം റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളുകയാണ്. സ്ഥലം വിട്ടുകൊടുത്ത ഭൂ ഉടമകൾക്ക് ഇനിയും പണം ലഭിക്കാനുണ്ട്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് ഇവർക്ക് പണം ലഭിക്കാത്തത്. 40 വർഷം എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെ ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നുള്ളത്. നമ്മളൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വരുന്ന ആളുകളാണ്. ഒന്ന് മഴ ചാറിയാൽ മതി, 10 മിനിറ്റ് മഴ നല്ലപോലെ പെയ്യട്ടെ, ചാറിയാൽ കൊമ്മേരി പ്രദേശത്ത് വെള്ളം നിൽക്കുന്നതാണ്. റോട്ടിൽ മാത്രമല്ല പല വീടുകളിലും അതിശക്തമായ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേറെ മാറിപ്പോകാൻ ഒരു സ്ഥലമില്ലാതെ ആ വീടുകളിൽ കൂടെ ആളുകൾ നീന്തി നടക്കുന്ന അവസ്ഥയാണുള്ളത്. പിന്നീട് ആ വീടുകൾ ക്ലീൻ ചെയ്യാനും പല ബുദ്ധിമുട്ടുകളും, അതേപോലെ മഴക്കാല രോഗങ്ങൾ പലതും പിടിപെടുന്ന കാര്യങ്ങളൊക്കെ ഈ അതിർത്തായി മഞ്ഞപ്പിത്തൊക്കെ കൊമ്മേരി ഭാഗത്ത് പടരുകയുണ്ടായി. ഇതേമാതിരി വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളത്. നമ്മളെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതം, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടറ്റം വെള്ളമാണ്. ആ റോട്ടിൽ കൂടെ നമുക്ക് പോകാൻ പ്രയാസമാണ്, നമ്മളെ മക്കളെ സ്കൂളിലെത്തിക്കാൻ. ഈ നാട്ടിലെ ജനങ്ങൾ വർഷങ്ങളായി കേൾക്കുന്നതാണ് റോഡ് ബൈപ്പാസ് ആകും എന്നുള്ളത്. 2016 മുതൽ റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു. വർഷം 2025. ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടില്ല. കൊമ്മേരി മേത്തോട്ടുതാഴം റോഡ് യഥാർത്ഥത്തിൽ വികസിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ബസ്സുകൾ, ചെറിയ ബസ്സുകൾ, ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. ബാക്കി എല്ലാ പ്രദേശത്തും സ്ഥലത്തിന് വൻ വിലയാണ്. ഇവിടെയാണെങ്കിൽ വില കിട്ടാൻ സാധ്യതയില്ല. ഈ രീതിയിൽ ഇങ്ങനെ തികച്ചും വികസനമില്ലാതെ ഒരു പ്രദേശം പുലർത്തി വെക്കുന്ന കാഴ്ച എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ റോഡിന് വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലം അക്കയിലുണ്ട്. പക്ഷേ പിന്നീട് ഒരു ജോലിയും മുന്നോട്ട് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ അധികൃതർക്കും കഴിയുന്നില്ല. 4 ഘട്ടങ്ങളായാണ് സ്ഥലം വിട്ടു നൽകിയവർക്ക് പണം കൈമാറുന്നത്. ഇതിൽ 2 ഘട്ടം പൂർത്തിയായി. ബാക്കി വരുന്ന സ്ഥലം ഉടമകൾക്ക് തുക കൈമാറുന്നതിലാണ് തടസ്സം. 3-ാം ഘട്ടം 15 കോടിയും 4-ാം ഘട്ടം 5,68 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. 4 ഘട്ടങ്ങളിലാണ് ആയിട്ടാണ് ഇതിന് ഫണ്ട് പാസ്സായത്. ഇപ്പോൾ സമീപകാലത്ത് ഈ കൗൺസിൽ വന്നതിന് ശേഷം
ഈ വർഷം തന്നെ 15 കോടി കഴിഞ്ഞ ഒരു 5-6 മാസം മുന്നേ പാസ്സായിട്ടുണ്ട്. കൗൺസിൽ പാസ്സായിട്ട് ഇവിടെ എല്ലാ തഹസിൽദാർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 15 കോടി വരെ ഇതുവരെ ഒരു ഭൂവുടമകൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ ഒരു നടപടിക്രമം വളരെയധികം ലാഗ് ചെയ്ത് പോവുകയാണ്. ആളുകൾക്ക് ഭൂവുടമകൾക്ക് പൈസ കൊടുക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള കടുത്ത അനാസ്ഥ തന്നെയാണ്. 18 മീറ്റർ സ്ഥലം ഏറ്റെടുപ്പാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. അത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മേഖലയാണ് കൊമ്മേരി. കൊമ്മേരിയിൽ വീതി കുറവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മറികടക്കാൻ പോലും കഴിയാത്ത വിധം വൻ ഗതാഗതക്കുരുക്കാണ് ഈ മേഖലയിൽ ദിനം പ്രതി അനുഭവപ്പെടുന്നത്. മഴക്കാലമായാൽ വെള്ളം കെട്ടിക്കിടക്കുകയും റോഡേതാണ് തോടേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. മഴക്കാലത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാതെ വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വെള്ളത്തിലൂടെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്ന അവസ്ഥയും പതിവാണ്. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഷഹദ് സൂചിപ്പിച്ചതുപോലെ 2016 മുതൽ അവിടെ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയതാണ്. 2025 ജനുവരി ആയിട്ടും അത് പൂർത്തിയായിട്ടില്ല. അതിങ്ങനെ ബാക്കി നിൽക്കുകയാണ്. യാത്രാ ദുരിതത്തിൽ വലയുകയാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണും. മുഴുവൻ ജനങ്ങളും പ്രയാസപ്പെടുകയാണ്. കച്ചവടക്കാർ 10 ദിവസം 9 ദിവസം കടകൾ പൂട്ടിയിടാൻ. മഴ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടി പറ്റുന്നില്ല. മാരകമായ അസുഖങ്ങൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങളെ ആശ്രയിക്കുന്ന കോഴിക്കോടിൻ്റെ നഗരം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കൊമ്മേരി. എല്ലാ ജനങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണെങ്കിലും ലുലു മാളിലേക്ക് പോകാനാണെങ്കിലും നഗരത്തിലേക്ക് പോകാനാണെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് കൊമ്മേരി റോഡ്. ഇതിന് എല്ലാ പാർട്ടികളും അനുകൂലവുമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, ആ റോഡ് വരുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലങ്ങളാണ്, എല്ലാ രേഖകളും അനുകൂലമാണ്. കുട്ടികളെല്ലാം കൂട്ടി വരുമ്പോൾ ഓട്ടോ വിളിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഓട്ടോ കേട് വന്നെങ്കിൽ നന്നാക്കി തരുമോ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവർ വരില്ല. നമ്മുടെ പ്രദേശത്ത് നഗരത്തിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും പ്രയാസകരമായുള്ള റോഡ് മറ്റു പരിസരത്ത് ഇവിടെ ഇല്ല. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായുള്ള ഒരു പ്രയാസങ്ങൾ സർക്കാർ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുകയാണ്. നമുക്ക് അവിടെ റോഡ് വരികയാണെന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം. പക്ഷേ ഈ കോർപ്പറേഷനിൽ കൊമ്മേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സാധാരണക്കാർ താമസിക്കുന്നുണ്ട്. അതായത് അന്നന്ന് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഒരൊറ്റ കുട്ടിൻ്റെ കാലിൽ തള്ളം പേരിൽ മുഖം ശരിക്കും ഉണ്ടാവില്ല. 2-3 വട്ടം അത് പേച്ച് വർക്കിൻ്റെ മുഖങ്ങൾ നാറിപ്പോയിട്ടുണ്ടാവും. മുഖമില്ലാത്ത ആളുകളാണ് മിക്കവാറും. ആധാർ കാർഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ മുഖം അവിടെ ചോദിക്കും നമ്മൾ കൊമ്മേരിയാണെന്ന് ചോദിക്കും. ആധാറിൻ്റെ ആവശ്യമില്ല. കയ്യിൻ്റെ ഇതും അത്ര രോഗങ്ങളാണ്. സേഫ്റ്റി ടാങ്കും റോഡും മറ്റുള്ള ഒഴുകി കളിക്കുന്ന വെള്ളം പോലെ. ഏത് വണ്ടിയാണെങ്കിലും വണ്ടിയിൽ വന്നാൽ മഴക്കാലത്ത് വണ്ടി ഓഫാവും. ഒരൊറ്റ വണ്ടി പോലും വരാൻ സാധിക്കില്ല. സൈക്കിൾ പോലും ഉരുട്ടിയിട്ടാണ് വരാൻ സാധിക്കുക. വളരെ കഷ്ടപ്പെട്ട രീതിയാണ്. ഇവിടെ രവികുമാർ ചോദിക്കുകയാണ്, നമ്മൾ എല്ലാ ദിവസവും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുന്നു, കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കൊടുക്കുന്നു. പക്ഷേ വനം വകുപ്പ് എന്താണ് നടപടിയെടുക്കാത്തതെന്ന് ചോദിക്കുന്നു. വനം വകുപ്പ് നടപടിയെടുക്കുന്നുണ്ട്, കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഈ നാട്ടിലിറങ്ങിയ ഈ വന്യജീവിയെ കടുവയെ പിടികൂടി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വിടണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് എല്ലാ ശ്രമങ്ങളും നോക്കുകയാണ്. ഒന്നും നടന്നില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുപോയി കാട്ടിൽ വിടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കാം നമുക്ക്. ആ നാട്ടുകാരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് കൂട് വെച്ച് അതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത വഴിയിലേക്ക് പോകും എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. വനം വകുപ്പിനെതിരെ പരാതിയുണ്ട്. താങ്കൾ അതാണ് സൂചിപ്പിച്ചത്. ശരിയാണ്, പരാതിയുണ്ട്, വലിയ തോതിൽ പരാതിയുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ റോഡിൻ്റെ വിഷയത്തിൽ കെ ഷാജി എന്ന ഐഡിയിൽ നിന്ന് ഒരു പരിഹാസമുണ്ട്. അമേരിക്കയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള അമ്മ വീട്ടിൽ വന്ന് കേരളത്തിലെ റോഡ് കണ്ട് ഞെട്ടിയ കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു. അതാരെ ഉദ്ദേശിച്ചാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അടുത്ത റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ നഷ്ടപരിഹാര പട്ടികയിൽ അപാകത എന്ന് പരാതി. റവന്യൂ അധികൃതർ നൽകിയ പട്ടികയിലാണ് അപാകത കണ്ടെത്തിയത്. പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടു എന്നാണ് ആരോപണം. വിഷയത്തിൽ റവന്യൂ വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഈ പരാതി പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങി എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ജൂലൈയിലാണ് വിലങ്ങാടിനെ നടുക്കി ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി പേർക്ക് വീടും സമ്പാദ്യവും എല്ലാം നഷ്ടമായി. റവന്യൂ അധികൃതർ നഷ്ടപരിഹാരം ലഭിക്കേണ്ടവരുടെ പട്ടിക പുറത്തിറക്കി. അർഹതയുള്ള പലരും ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് പരാതി. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി
റവന്യൂ അധികൃതർ തയ്യാറാക്കിയ പട്ടികയിൽ അപാകതയുണ്ടെന്നാണ് പരാതി. നേരത്തെ തയ്യാറാക്കിയ പട്ടികയല്ല ഇപ്പോൾ പരിഗണിക്കുന്നത്. അർഹരായ പലരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും അനർഹർ പട്ടികയിൽ കയറിക്കൂടിയെന്നും പ്രദേശവാസികൾ. ഏകദേശം 110ഓളം ആളുകൾ ഈ ദുരന്തത്തിൽ നേരിട്ട് ഇരകളായവരാണ്. സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ അത് 53 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതിൽ 36 പേർക്കാണ് സർക്കാർ ധനസഹായം ആലോചനയിലുള്ളത്. അത് മതിയാവത്തില്ല. ഈ മുഴുവൻ ആളുകൾക്കും സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിക്കണം. വീട് മാത്രം നഷ്ടപ്പെട്ട 25 പേരാണ് പട്ടികയിലുള്ളത്. വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടമായവരുടെ പട്ടികയിൽ 11 പേർ. വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട 15 പേരുടെ ലിസ്റ്റുമുണ്ട്. എന്നാൽ ദുരിതബാധിതർ 100-ലേറെ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതിനുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഈ പ്രദേശത്ത് വീടിനുള്ളിൽ കൂടി വെള്ളം കയറി ഒഴുകിയ വീടുകൾ പോലും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിൽ താമസിക്കുന്ന ഒരുപടി ആളുകൾ വീടിന് വേണ്ടി കേഴുകയാണ്. സർക്കാർ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. പരാതി ഉയർന്നതിനു പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സംഘം വിലങ്ങാട് വില്ലേജ് ഓഫീസിലെത്തി പരിശോധന ആരംഭിച്ചു. വടകര ഡെപ്യൂട്ടി തഹസിൽദാർ TP അനിതയുടെ നേതൃത്വത്തിലാണ് പരിശോധന. പട്ടികയിലെ അപാകതയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഈ മാസം 18-ന് പ്രതിഷേധ സംഗമം നടത്തും. വീട് നഷ്ടപ്പെട്ട് വാടകയ്ക്കു താമസിക്കുന്നവരുൾപ്പെടെ നഷ്ടപരിഹാരത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ച് പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് റവന്യൂ അധികൃതരുടെ ഉറപ്പ്. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നു. പത്തനംതിട്ടയിലെ പോക്സോ പീഡനത്തിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇക്കാര്യത്തിൽ എന്ത് ഇടപെടലാണ് ദേശീയ വനിതാ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്? അവർ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ദേശീയ വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും വിജയകുമാർ, അതിശക്തമായി തന്നെ ഈ സംഭവത്തെ ദേശീയ വനിതാ കമ്മീഷൻ അപലപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ 64 പേരാണ് ഈ പ്രതിസ്ഥാനത്തുള്ളത്. ഇതിൽ 5 പേരുടെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ നടത്തിയിരിക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള റിലീസിൽ പറയുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള കുറ്റവാളികളെ എത്രയും വേഗം കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ ഇതുവരെ ഈ കേസുമായി സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അത് പോലീസ് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തിനകം തന്നെ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇരയായ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ മെഡിക്കൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ പെൺകുട്ടിക്ക് ചെയ്തു നൽകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഈ സംഭവത്തെ അതിശക്തമായി തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അപലപിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ കുറ്റവാളികളെയും പുറത്തു കൊണ്ടുവരണം, ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. ഈ റിലീസ് ഇറക്കുന്ന സമയത്ത് 5 പേരുടെ അറസ്റ്റ് ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ 14 പേരുടെ അറസ്റ്റ് ആയിട്ടുണ്ട്. 9 പേരെ കൂടി അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ 14 പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പ്രതികൾ ഇനി അറസ്റ്റ് ആവാനുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ അതിൽ നടത്തിയ ഇടപെടൽ, ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായവരിൽ വിവാഹിതനായ ആളും നവവരനും ഉൾപ്പെടുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നാളെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന ഒരു പ്രതിയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെ വിവരങ്ങൾ കൂടുതലായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്? പ്രതികളുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
നിലവിൽ ഇപ്പോൾ 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നൊരു സുപ്രധാനമായ വിവരം പോലീസ് നമുക്ക് ഇതുവരെ നൽകുന്നുണ്ട്. അതിൽ സുബിൻ എന്ന ഇന്നലെ അറസ്റ്റിലായ ഇലവന്തട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണ് ഈ പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദം സ്ഥാപിക്കുന്നത്. 16ാമത്തെ വയസ്സിലാണ് എന്ന് പറയുന്നു. ആദ്യം സൗഹൃദം സ്ഥാപിക്കുന്നു, അതിനുശേഷം പീഡനം നടത്തുന്നു. അത് ആദ്യഘട്ടത്തിൽ സുബിൻ സ്വന്തം നഗ്ന ദൃശ്യങ്ങൾ പെൺകുട്ടിക്ക് അയച്ചു നൽകുന്നു. ശേഷം ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നു. അതിനുശേഷം ഇത് പലർക്കുമായി കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഈ പെൺകുട്ടി ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് പലരും പെൺകുട്ടിയെ വിളിക്കുന്നത്. അതിനുശേഷം പെൺകുട്ടി പല ആളുകളുടെ അടുത്തേക്ക് പോകാൻ നിർബന്ധമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഫോണിൽ ദൃശ്യങ്ങൾ കാണിച്ച് വിളിച്ച് വരുത്തി പല മേഖലകളിലും പീഡനം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലായി ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ വിവാഹിതരായ ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇത് കൂടാതെ നവവരൻ, നാളെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന ഒരാൾ ഇതിലുണ്ട്. അയാളുടെ സഹോദരങ്ങളുണ്ട്. പൂങ്കാവിലൊരു മത്സ്യ വ്യാപാരിയുണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിൽ റാന്നിയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഇലവന്തിട്ടയിലുമായി അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 20 എന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് ഇതിനകം തന്നെ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ പല പോലീസ് സ്റ്റേഷൻ പരിധികളിലായതിനാൽ ഇതിന്റെ എഫ്ഐആർ പല പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് മാറ്റേണ്ടി വരും. അവിടെയെല്ലാം തെളിവെടുപ്പും മൊഴിയെടുപ്പും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി അടുത്ത ദിവസം വീണ്ടും രേഖപ്പെടുത്തും. പെൺകുട്ടി ഇപ്പോൾ മഹിളാ മന്ദിരത്തിലാണ് നിലവിലുള്ളത്. വിജയകുമാർ. യെസ്, ഏറ്റവും പുതിയ വിവരം അതാണ്. ശ്രീജിത്ത് നൽകിയത് 20 പേരുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 14 ആയിരുന്നു, അതിപ്പോൾ 20 പേരുടെ അറസ്റ്റിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഒരു നവവരൻ ഇതിൽ പ്രതിയാണ്. നാളെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കുന്ന ഒരു പ്രതിയുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷത്തോളം ആകാറായിട്ടും സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാതെ തിരുവനന്തപുരം ആക്കുളം കണ്ണാടിപ്പാലം. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം എന്ന ഖ്യാതിയുമായി വന്ന പാലമാണിത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആക്കുളത്തെ കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിൽ വിള്ളലുകൾ കണ്ടെത്തി. അതോടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. അറ്റകുറ്റപ്പണികൾ നടത്തി പാലം തുറക്കുമെന്ന് പ്രഖ്യാപനവും വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ എങ്ങും എത്തിയില്ല. സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ ആകാശത്തിന്റെ ഉയരങ്ങളിൽ എത്തിക്കുന്നതായിരുന്നു ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലത്തിൽ നിന്ന് നോക്കിയാൽ ആക്കുളം കായൽ ഉൾപ്പെടെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിർമ്മാണം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനാണ് പരിപാലന ചുമതല. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ പാലത്തിൽ വിള്ളലുകൾ കണ്ടെത്തി. ഇത് പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നു. VK പ്രശാന്ത് MLA ചെയർമാനായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1.25 കോടി രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുറേ നാളെന്നല്ല പറയാൻ പറ്റില്ല, 1 വർഷമായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത്രയും സംയുക്തം മുടത്തി ഇങ്ങനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയിട്ട് പലരുടെയും അവകർഷണ ബോധം കാരണമാണെന്ന് തോന്നുന്നു. നമുക്കിത് തുറന്ന് കാണിക്കാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം സെൻ്ററായി തന്നെ ഇത് മാറും. എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ സന്തോഷമായേനെ. നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടില്ലെന്നും പാലം എത്രയും വേഗം തുറന്നു നൽകണമെന്നും VK പ്രശാന്ത് MLA. പാലം തുറക്കുന്നതിനാവശ്യമായിട്ട് നടപടി വരണം. ഗവൺമെൻറ് ഇപ്പോൾ വിദഗ്ധ സമിതി വെച്ചു, അവരുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. യാതൊരുവിധ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ നൽകിയ നിർദ്ദേശങ്ങൾ കൂടി വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ആക്കുളത്തെ കണ്ണാടിപ്പാലം എപ്പോൾ തുറക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തീരുമാനമുണ്ടാകൂ എന്നാണ് അനൗദ്യോഗിക വിശദീകരണം. പിടിപ്പുകേടിന്റെ അനാസ്ഥയുടെ സ്മാരകമാണ് ആക്കുളത്തെ ഈ ചില്ലുപാലം. കേരളത്തിന്റെ ടൂറിസം വികസന സാധ്യതകളെക്കുറിച്ച് പറയുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പാലം ഒന്ന് കാണണം, ഇത് തുറക്കാനൊന്ന് ഇടപെടണം. ക്യാമറാമാൻ രാജ് കിരണൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.